ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് തെർമോഡൈനാമിക്സ് എന്ന ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് പാർട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് സ്പോണ്ടേനിയസ് പ്രോസസ്. ഇറ്റ് ഈസ് എ പ്രോസസ് ദാറ്റ് ടേക്സ് പ്ലേസ് വിതൗട്ട് ദ ഹെൽപ്പ് ഓഫ് എൻ എക്സ്റ്റേണൽ ഏജൻസി. ഒരു എക്സ്റ്റേണൽ ഏജൻസിൻ്റെയും സഹായം കൂടാതെ നടക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ സ്പോണ്ടേനിയസ് പ്രോസസ് എന്ന് പറയുന്നത്. ഓൾ നാച്ചുറൽ പ്രോസസ് ആർ സ്പോണ്ടേനിയസ്. എല്ലാ നാച്ചുറൽ പ്രോസസ്സും സ്പോണ്ടേനിയസ് ആണ്. ഫോർ എക്സാമ്പിൾ, ഫ്ലോ ഓഫ് വാട്ടർ ഫ്രം ഹൈ ലെവൽ ടു ലോ ലെവൽ. ഉയരം കൂടിയ ഭാഗങ്ങളിൽ നിന്ന് ഉയരം കുറഞ്ഞ ഭാഗത്തേക്ക് വെള്ളം ഒഴുകുന്നത് ഒരു സ്പോണ്ടേനിയസ് പ്രോസസ്സാണ്. യാതൊരു എക്സ്റ്റേണൽ ഏജൻസിൻ്റെയും ആവശ്യമില്ല. അതേപോലെ ഫ്ലോ ഓഫ് ഹീറ്റ് ഫ്രം ഹോട്ട് ബോഡി ടു കോൾഡ് ബോഡി. ഒരു ചൂടായ ബോഡിയിൽ നിന്ന് ഒരു തണുത്ത ബോഡിയിലേക്ക് ഹീറ്റ് ഫ്ലോ ചെയ്യുന്നതും ഒരു സ്പോണ്ടേനിയസ് ആയിട്ട് നടക്കുന്ന പ്രോസസ്സാണ്. Intermixing of gases, burning of fuels, melting of ice and evaporation of water. ഇതൊക്കെ സ്പോണ്ടേനിയസ് ആയിട്ട് നടക്കുന്ന, അതായത് ഒരു എക്സ്റ്റേണൽ ഏജൻസിൻ്റെയും സഹായം കൂടാതെ നടക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ സ്പോണ്ടേനിയസ് പ്രോസസ്സ് എന്ന് പറയുന്നത്. എ സ്പോണ്ടേനിയസ് പ്രോസസ് cannot reverse its direction by its own. ഒരിക്കലും സ്പോണ്ടേനിയസ് പ്രോസസ്സ് തിരിച്ചു പോവില്ല, റിവേഴ്സിബിൾ ആയിട്ട് നടക്കില്ല. സ്പോണ്ടേനിയസ് കെമിക്കൽ റിയാക്ഷൻസ് ആർ ഓൾസോ കോൾഡ് ഫീസിബിൾ ഓർ പ്രോബബിൾ ഓർ ഇർറിവേഴ്സിബിൾ റിയാക്ഷൻ. അതുകൊണ്ട് സ്പോണ്ടേനിയസ് കെമിക്കൽ റിയാക്ഷൻസിനെയൊക്കെ നമ്മൾ ഇർറിവേഴ്സിബിൾ റിയാക്ഷൻസ് എന്നാണ് പറയുന്നത്. അപ്പോൾ സ്പോണ്ടേനിയസ് പ്രോസസ് എന്ന ടേം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇറ്റ് ഈസ് എ പ്രോസസ് ദാറ്റ് ടേക്സ് പ്ലേസ് വിത്തൗട്ട് ദ ഹെൽപ്പ് ഓഫ് എനി എക്സ്റ്റേണൽ ഏജൻസി. അതിന് കുറച്ച് എക്സാമ്പിൾ നോക്കാം. N2 + 3H2 gives 2NH3. നൈട്രജനും ഹൈഡ്രജൻ ഗ്യാസും കമ്പൈൻ ചെയ്തിട്ട് അമോണിയയായി മാറും. അവിടെ ΔRH0, ദാറ്റ് ഈസ് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ, ഈസ് -46.1 kJ/mol. നെക്സ്റ്റ് എക്സാമ്പിൾ, ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ കമ്പൈൻ ടു ഫോം വാട്ടർ മോളിക്യൂൾ. 2H2 + O2 gives 2H2O. അവിടെ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ -285.8 kJ/mol ആണ്. എ പ്രോസസ് ദാറ്റ് ടേക്സ് പ്ലേസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എൻ എക്സ്റ്റേണൽ ഏജൻസി ഈസ് കോൾഡ് നോൺ സ്പോണ്ടേനിയസ് പ്രോസസ്. ഇനി ഒരു എക്സ്റ്റേണൽ ഏജൻസിൻ്റെ സഹായത്തോടു കൂടി നടക്കുന്ന പ്രോസസ്സാണെങ്കിൽ അതിനെ നമ്മൾ നോൺ സ്പോണ്ടേനിയസ് പ്രോസസ്സ് എന്നാണ് പറയുക. ഫോർ എക്സാമ്പിൾ, ഫ്ലോ ഓഫ് വാട്ടർ ഫ്രം ലോ ലെവൽ ടു ഹൈ ലെവൽ. താഴ്ന്ന പ്രദേശത്ത് നിന്ന് ഉയരം കൂടിയ പ്രദേശങ്ങളിലേക്ക് വെള്ളം ഒഴുകണം എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു എക്സ്റ്റേണൽ ഏജൻസിൻ്റെ സഹായം വേണം. അപ്പോൾ അതൊരു നോൺ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള പ്രോസസ്സാണ്. Criteria for spontaneity. During spontaneous process like burning of fuels, flow of heat from hot body to cold body, flow of water from high level to low level, etc., energy of the system decreases. അപ്പോൾ സ്പോണ്ടേനിയസ് പ്രോസസ് നടക്കുമ്പോൾ സിസ്റ്റത്തിൻ്റെ എനർജി കുറയുകയാണ് ചെയ്യുക. സോ വൺ ഓഫ് ദ ക്രൈറ്റീരിയ ഫോർ സ്പോണ്ടേനിറ്റി ഈസ് ഡിക്രീസ് ഇൻ എനർജി. അപ്പോൾ സ്പോണ്ടേനിയസ് ആയിട്ട് പ്രോസസ്സ് നടക്കുമെന്നുണ്ടെങ്കിൽ ആ സിസ്റ്റത്തിൻ്റെ എനർജി കുറയും. അപ്പോൾ ഡിക്രീസ് ഇൻ എനർജി സ്പോണ്ടേനിയസ് പ്രോസസ്സിൻ്റെ ഒരു ക്രൈറ്റീരിയ ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. ബട്ട് ഫോർ സം സ്പോണ്ടേനിയസ് പ്രോസസ് ലൈക്ക് മെൽറ്റിംഗ് ഓഫ് ഐസ്, ഇവോപ്പറേഷൻ ഓഫ് വാട്ടർ, എക്സെട്ര, ഹീറ്റ് ഈസ് എബ്സോർബ്ഡ്. അപ്പോൾ ഈ പറഞ്ഞ എക്സാമ്പിളിലൊക്കെ ഹീറ്റിൻ്റെ അബ്സോർപ്ഷനാണ് നടക്കുക. ദാറ്റ് ഈസ് ദ എനർജി ഓഫ് ദ സിസ്റ്റം ഇൻക്രീസസ് ഡ്യൂറിങ് ദ പ്രോസസ്. നേരത്തെ നമ്മൾ കണ്ടത് എനർജി ഡിക്രീസസ്, അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് ആണ്. എന്നാൽ ചില സ്പോണ്ടേനിയസ് ആയിട്ടുള്ള പ്രോസസ്സിൽ എനർജി ഇൻക്രീസ് ചെയ്യുന്നതും ഉണ്ട്. ദി അബവ് പ്രോസസ് ആർ അക്കമ്പനീഡ് വിത്ത് ഇൻക്രീസ് ഇൻ ഡിസോർഡർനെസ് ഓർ എൻട്രോപ്പി. ഡിസോർഡറിൻ്റെ മെഷറിനെയാണ് നമ്മൾ എൻട്രോപ്പി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ പ്രോസസ്സൊക്കെ നടക്കുകയാണെങ്കിൽ ആ പ്രോസസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അക്കമ്പനീഡ് ബൈ ഇൻക്രീസ് ഇൻ ഡിസോർഡർ ഓർ ഇൻക്രീസ് ഇൻ എൻട്രോപ്പി ഓഫ് ദ സിസ്റ്റം. ദസ് അനദർ ക്രൈറ്റീരിയ ഫോർ സ്പോണ്ടാനിറ്റി ഈസ് ഇൻക്രീസ് ഇൻ ഡിസോർഡർനെസ് ഓർ റാൻഡംനെസ് ഓഫ് എ സിസ്റ്റം. അപ്പോൾ ഇവിടെ രണ്ട് ക്രൈറ്റീരിയ ഇവിടെ പറഞ്ഞു. ഒന്നാമത്തത്, ഇപ്പോൾ സിസ്റ്റത്തിൻ്റെ എനർജി കുറയുകയാണെങ്കിൽ അവിടെ എന്താണ്, ഒരു സ്പോണ്ടേനിയസ് പ്രോസസ്സ് ആണെങ്കിൽ ഒരു ക്രൈറ്റീരിയ സിസ്റ്റത്തിൻ്റെ എനർജി കുറയണം. രണ്ടാമത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് എനർജി അബ്സോർബ് ചെയ്ത് നടക്കുന്ന പ്രോസസ്സാണെങ്കിൽ സിസ്റ്റത്തിൻ്റെ എനർജി കൂടും. ആ സമയത്ത് ആ സിസ്റ്റത്തിൻ്റെ എൻട്രോപ്പി ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുക. ദാറ്റ് ഈസ് ദ അബവ് പ്രോസസ് ആർ അക്കമ്പനീഡ് വിത്ത് ഇൻക്രീസ് ഇൻ എൻട്രോപ്പി. ഇൻക്രീസ് ഇൻ എൻട്രോപ്പി എന്ന് പറയുന്നത് മെഷർ ഓഫ് ഡിസോർഡർനെസ് ഓർ റാൻഡംനെസ്. അത് നമ്മളിപ്പോൾ പറയും.
നെക്സ്റ്റ് എൻട്രോപ്പി എന്താന്ന് പറയാം. ഇറ്റ് ഈസ് ദ മെഷർ ഓഫ് ഡിഗ്രി ഓഫ് ഡിസോർഡർനെസ് ഓർ റാൻഡംനെസ് ഓഫ് എ സിസ്റ്റം. ആസ് ദ ഡിസോർഡർനെസ് ഇൻക്രീസസ് എൻട്രോപ്പി ഓൾസോ ഇൻക്രീസസ്. മെഷർ ഓഫ് ഡിസോർഡർനെസ് ആണ്. അപ്പോൾ ഈ ഡിസോർഡർനെസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എൻട്രോപ്പി ഇൻക്രീസ് ചെയ്യും. ഇറ്റ് ഈസ് ആൻ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി. തുടക്കത്തിൽ നമ്മൾ പഠിച്ചതാണ് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി. എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ എ പ്രോപ്പർട്ടി ദാറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ എമൗണ്ട് ഓഫ് മാറ്റർ. അപ്പോൾ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിയാണ്. ആൻഡ് ഇറ്റ് ഈസ് എ സ്റ്റേറ്റ് ഫംഗ്ഷൻ. അപ്പോൾ അത് സ്റ്റേറ്റ് ഫംഗ്ഷനാണ്. ഇനീഷ്യൽ സ്റ്റേറ്റിനെയും ഫൈനൽ സ്റ്റേറ്റിനെയും മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ഫംഗ്ഷനാണ്. അതിൻ്റെ പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യില്ല. അതും നമ്മൾ നേരത്തെ തുടക്കത്തിൽ പഠിച്ചതാണ്. വാട്ട് ഈസ് എ സ്റ്റേറ്റ് ഫംഗ്ഷൻ? If S1 is the initial entropy of the system and S2 is its final value, then the change in entropy delta S is equal to S2 minus S1, that is final value minus initial value. For a given substance, the solid state has the least entropy and the gaseous state has the most. കാരണം gaseous സ്റ്റേറ്റിലാണ് പാർട്ടിക്കിൾസ് കുറച്ചും കൂടി ഫ്രീ ആയിട്ട് നടക്കുക. അപ്പോൾ അവിടെയാണ് ഡിസോർഡർനെസ് കൂടുതൽ. സോളിഡ് സ്റ്റേറ്റിൽ പാർട്ടിക്കിൾസ് ഫിക്സഡ് ആണ്, അതുകൊണ്ട് ഡിസോർഡർനെസ് കുറയും. അപ്പോൾ ലീസ്റ്റ് എൻട്രോപ്പി സോളിഡ് സ്റ്റേറ്റിനും മോസ്റ്റ് എൻട്രോപ്പി കാണുന്നത് gaseous സ്റ്റേറ്റിനുമാണ്. വെൻ ടെമ്പറേച്ചർ ഇൻക്രീസസ് എൻട്രോപ്പി ഓൾസോ ഇൻക്രീസസ്. കാരണം പാർട്ടിക്കിൾസിൻ്റെ മൂവ്മെൻറ്റ് ഫാസ്റ്റ് ആയിട്ട് നടക്കും. ദ യൂണിറ്റ് ഓഫ് എൻട്രോപ്പി ആൻഡ് എൻട്രോപ്പി ചേഞ്ച് ഈസ് ജൂൾ പെർ കെൽവിൻ പെർ മോൾ. If a system absorbs Q amount of energy reversibly at a temperature T, then the change in entropy is represented by delta S. Delta S എന്ന് പറയുന്നത് change in entropy ആണ്, is equal to Q reversible by T. Q എന്ന് പറയുന്നത് amount of heat ആണ്. Where Q reversible is the amount of heat absorbed reversibly. അപ്പോൾ delta S is equal to Q reversible by temperature. നെക്സ്റ്റ് എൻട്രോപ്പി ആൻഡ് സ്പോണ്ടേനിറ്റി. എങ്ങനെയാണ് എൻട്രോപ്പിയും സ്പോണ്ടേനിറ്റിയും റിലേറ്റഡ് ആണ് നോക്കുക. ഡ്യൂറിങ് എ സ്പോണ്ടേനിയസ് പ്രോസസ് ഡിസോർഡർനെസ് ഓഫ് ദ സിസ്റ്റം ഇൻക്രീസസ്. ദസ് എൻട്രോപ്പി ഇൻക്രീസസ് ആൻഡ് ഹെൻസ് ഡെൽറ്റ എസ് ബിക്കംസ് പോസിറ്റീവ്. നമ്മൾ പറഞ്ഞു ഒരു സ്പോണ്ടേനിയസ് പ്രോസസ്സിൽ മറ്റൊരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് എൻട്രോപ്പി ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഡെൽറ്റ എസ്, ദാറ്റ് ഈസ് ചേഞ്ച് ഇൻ എൻട്രോപ്പി, ബിക്കംസ് പോസിറ്റീവ്. ദ ടോട്ടൽ എൻട്രോപ്പി ചേഞ്ച് ഫോർ ദ സിസ്റ്റം ആൻഡ് ദ സറൗണ്ടിങ് is given by delta S total is equal to delta S system plus delta S surrounding. അപ്പോൾ delta S total എന്ന് പറയുന്നത് ടോട്ടൽ ചേഞ്ച് ഇൻ എൻട്രോപ്പി ആണ്. ഡെൽറ്റ എസ് സിസ്റ്റം എന്ന് പറയുന്നത് സിസ്റ്റത്തിൻ്റെ എൻട്രോപ്പി. ഡെൽറ്റ എസ് സറൗണ്ടിങ് എന്ന് പറയുന്നത് സറൗണ്ടിങ്ങിൻ്റെ എൻട്രോപ്പി. For a spontaneous process, delta S total is greater than 0. Delta S positive ആണെന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് delta S total is greater than 0. When a system attains equilibrium, the entropy becomes maximum and there is no further change in entropy. So delta S is total is equal to 0. Equilibrium attain ചെയ്യുമ്പോൾ delta S total is equal to 0. If delta S total is less than 0, the process is non-spontaneous. അപ്പോൾ നമ്മൾ ഡെൽറ്റ എസ് വെച്ചിട്ട് സ്പോണ്ടേനിറ്റി നമ്മൾ പറഞ്ഞു. അതായത് ഒരു സ്പോണ്ടേനിയസ് പ്രോസസ് ആണെങ്കിൽ ഡെൽറ്റ എസ് ടോട്ടൽ വിൽ ബി പോസിറ്റീവ്. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 0. ഇനി ഒരു ഇക്വിലിബ്രിയം സ്റ്റേറ്റിൽ നിൽക്കുകയാണെങ്കിൽ ഡെൽറ്റ എസ് ടോട്ടൽ ഈസ് ഈക്വൽ ടു 0. ഇനി നോൺ സ്പോണ്ടേനിയസ് പ്രോസസ് ആണെങ്കിൽ ഡെൽറ്റ എസ് ടോട്ടൽ ഈസ് ലെസ് ദാൻ 0, നെഗറ്റീവ് വാല്യൂ ആയിരിക്കും. അടുത്തത് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഇറ്റ് ക്യാൻ ബി സ്റ്റേറ്റഡ് ആസ് ദി എൻട്രോപ്പി ഓഫ് ദ യൂണിവേഴ്സ് ഓൾവേസ് ഇൻക്രീസസ് ഡ്യൂറിങ് എവരി സ്പോണ്ടേനിയസ് പ്രോസസ്. അത് നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അതാണ് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. Once again, it states that as the entropy of the universe always increases during every spontaneous process, എല്ലാ spontaneous processലും entropy of the universe എപ്പോഴും increase ചെയ്യുമെന്നാണ് സെക്കൻഡ് ലോയിൽ പറയുന്നത്. നെക്സ്റ്റ് തേർഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ദി എൻട്രോപ്പി ഓഫ് എനി പെർഫെക്റ്റ്ലി ക്രിസ്റ്റലൈൻ സബ്സ്റ്റൻസ് ബിക്കംസ് 0 അറ്റ് അബ്സല്യൂട്ട് 0 ഓഫ് ടെമ്പറേച്ചർ. ഏതൊരു പെർഫെക്റ്റ്ലി ക്രിസ്റ്റലൈൻ സബ്സ്റ്റൻസിൻ്റെയും എൻട്രോപ്പി എന്ന് പറയുന്നത് 0 ആണ് അറ്റ് അബ്സല്യൂട്ട് 0 ഓഫ് ടെമ്പറേച്ചർ. അബ്സല്യൂട്ട് 0 ഓഫ് ടെമ്പറേച്ചറിൽ ഏതൊരു പെർഫെക്റ്റ്ലി ക്രിസ്റ്റലൈൻ സബ്സ്റ്റൻസിൻ്റെയും എൻട്രോപ്പി 0 ആയിരിക്കും. അതാണ് തേർഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ 3 ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആണ് പഠിച്ചത്. ഫസ്റ്റ് ലോ പഠിച്ചു, ഇപ്പോൾ സെക്കൻഡ് ലോയും തേർഡ് ലോയും പഠിച്ചു. ഇമ്പോർട്ടൻ്റ് ആണ്, അതൊക്കെ പഠിച്ചു വെക്കണം.
The importance of this law is that by using this, we can calculate the absolute value of entropy of pure substances from thermodynamical data alone. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഈ ഒരു ലോ വെച്ചിട്ട് we can calculate the absolute value of entropy of pure substance. നമുക്ക് ഡാറ്റ തന്നിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അതൊക്കെ പ്രോബ്ലം സെക്ഷനിൽ നമുക്ക് കൂടുതൽ ക്ലിയർ ആവും. Next, Gibbs energy G. It is defined as the maximum amount of available energy that can be converted into useful work. Maximum amount of available energy that can be converted into useful work. Useful work ലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന പരമാവധി എമൗണ്ട് ഓഫ് എനർജീനെയാണ് നമ്മൾ ഗിബ്സ് എനർജി എന്ന് പറയുന്നത്. മാക്സിമം എമൗണ്ട് ഓഫ് അവൈലബിൾ എനർജി ദാറ്റ് ക്യാൻ ബി കൺവേർട്ടഡ് ടു യൂസ്ഫുൾ വർക്ക്. ഇറ്റ് ഈസ് ഗിവൺ ബൈ ദ ഇക്വേഷൻ G is equal to H minus T delta S. It is an extensive property and a state function. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതും ഒരു എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിയാണ്, സ്റ്റേറ്റ് ഫംഗ്ഷൻ ആണ്. ഇഫ് G1 is the initial Gibbs energy and G2 is its final value, then the change in Gibbs energy delta G is equal to G2 minus G1. The unit of Gibbs energy is kilojoule per mole. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഡെൽറ്റ ജി എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ഗിബ്സ് എനർജിയാണ്. ഫൈനൽ ഗിബ്സ് എനർജി മൈനസ് ഇനീഷ്യൽ ഗിബ്സ് എനർജിയാണ് ഡെൽറ്റ ജി. അതിൻ്റെ യൂണിറ്റ് കിലോ ജൂൾ പെർ മോൾ. നെക്സ്റ്റ്, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡെൽറ്റ ജി, ഡെൽറ്റ എച്ച് ആൻഡ് ഡെൽറ്റ എസ്. അതിനെയാണ് നമ്മൾ ഗിബ്സ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. വി നോ ദാറ്റ് G is equal to H minus T delta S. So delta G is equal to delta H minus delta TS. അവിടെ നമ്മൾ ഈ ഇക്വേഷൻ ഒന്നും കൂടി റീഅറേഞ്ച് ചെയ്യുമ്പോൾ ഡെൽറ്റ G is equal to delta H minus ഡെൽറ്റ ടേം ടിയും എസുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അവിടെ ബ്രാക്കറ്റിൽ ഇട്ടിട്ടാണ് നമ്മൾ ബാക്കി എഴുതുന്നത്. ഡെൽറ്റ എച്ച് മൈനസ് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ടി ഡെൽറ്റ എസ് പ്ലസ് എസ് ഡെൽറ്റ ടി. നൗ അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ ഡെൽറ്റ ടി വിൽ ബിക്കം 0. സോ ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഈ രണ്ടാമത്തെ ടേം അവിടുന്ന് പോവും, ക്യാൻസൽ ചെയ്ത് പോവും. കാരണം ഡെൽറ്റ ടി 0 അല്ലേ. അപ്പോൾ എസ് ഡെൽറ്റ ടി എന്ന് പറയുന്നത് അവിടെ നമ്മൾ ഇല്ലാണ്ടാവും. So equation becomes delta G is equal to delta H minus T delta S. The change in Gibbs energy for a system can be written as delta G system is equal to delta H system minus T delta S system. This equation is known as Gibbs equation. അപ്പോൾ ഈ ഇക്വേഷനെയാണ് നമ്മൾ ഗിബ്സ് ഇക്വേഷൻ. ഡെൽറ്റ G is equal to delta H minus T delta S ആണ് ഗിബ്സ് ഇക്വേഷൻ. അത് നമ്മൾ ഗിബ്സ് എനർജി ഫോർ എ സിസ്റ്റം ആണ് എഴുതണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. ഡെൽറ്റ ജി സിസ്റ്റം ഈസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് സിസ്റ്റം മൈനസ് ടി ഡെൽറ്റ എസ് സിസ്റ്റം. Now Gibbs energy and spontaneity. We know that delta S total is equal to delta S system plus delta S surrounding. നേരത്തെ നമ്മൾ കണ്ടതാണ്. ടോട്ടൽ എൻട്രോപ്പി ചേഞ്ച് എന്ന് പറയുന്നത് സിസ്റ്റത്തിൻ്റെയും സറൗണ്ടിങ്ങിൻ്റെയും എൻട്രോപ്പി ചേഞ്ചിൻ്റെ സമ്മാണ്. കൺസിഡർ എ സിസ്റ്റം which absorbs Q amount of heat reversibly at constant temperature and constant pressure. Then we can write delta S surrounding is equal to QP by T. അവിടെ P ചെറുതായിരിക്കും കേട്ടോ. അത് ചെറുതാണ്, അതായത് കോൺസ്റ്റൻറ്റ് പ്രഷറിലാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. എമൗണ്ട് ഓഫ് ഹീറ്റ് at constant pressure. അപ്പോൾ ആ പി ചെറുതാക്കി കൺസിഡർ ചെയ്യുക. ബട്ട് ക്യു പി ഇസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് സറൗണ്ടിങ്. അത് നമ്മൾ സിഗ്നിഫിക്കൻസ് ഓഫ് എൻതാൽപ്പിയിൽ പഠിച്ചതാണ്. ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു ക്യു പി അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ ദാറ്റ് ഇസ് ഈക്വൽ ടു എമൗണ്ട് ഓഫ് ഹീറ്റ് എന്ന് പഠിച്ചതാണ്. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. സോ ക്യു പി ഇസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് സറൗണ്ടിങ് ആൻഡ് ഡെൽറ്റ എച്ച് സറൗണ്ടിങ് ഇസ് ഈക്വൽ ടു മൈനസ് ഡെൽറ്റ എച്ച് സിസ്റ്റം. കാരണം ഡെൽറ്റ എച്ച് സറൗണ്ടിങ് പ്ലസ് ഡെൽറ്റ എസ് സിസ്റ്റം ഇസ് ഈക്വൽ ടു 0. അതുകൊണ്ടാണ് ഡെൽറ്റ എസ് എച്ച് സറൗണ്ടിങ് ഇസ് ഈക്വൽ ടു മൈനസ് ഡെൽറ്റ എച്ച് സിസ്റ്റം എന്നാക്കി നമുക്ക് എഴുതാം. ഇനി സോ ഡെൽറ്റ എസ് സറൗണ്ടിങ് ഇസ് ഈക്വൽ ടു ഇവിടെ ക്യൂ പിക്ക് പകരം നമ്മൾ എഴുതാൻ പോകുന്നത് ഡെൽറ്റ എച്ച് സിസ്റ്റം ആണ്. കാരണം ക്യൂ പി ഇസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് സറൗണ്ടിങ് എന്ന് പറഞ്ഞു. ആ ഡെൽറ്റ എച്ച് സറൗണ്ടിങ് ഇസ് ഈക്വൽ ടു മൈനസ് ഡെൽറ്റ എച്ച് സിസ്റ്റം എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ക്യൂ പിക്ക് പകരം ഡെൽറ്റ എച്ച് സിസ്റ്റം എന്ന് എഴുതിക്കൂടെ? അങ്ങനെയാണ് ഇവിടെ ഈ ഇക്വേഷൻ വന്നത്. ഡെൽറ്റ എച്ച് സറൗണ്ടിങ് ഇസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് സിസ്റ്റം ബൈ ടി. So equation 1 becomes
അപ്പോൾ നമ്മൾ ഇക്വേഷൻ 1 മുകളിലുള്ള ഇക്വേഷനിൽ ഡെൽറ്റ എസ് സറൗണ്ടിങ്ങിന് പകരം ഈ ഇക്വേഷൻ ഈ ഒരു ടേം എഴുതാൻ പോവാണ്. സോ ഡെൽറ്റ എസ് ടോട്ടൽ ഈസ് ഈക്വൽ ടു ഡെൽറ്റ എസ് സിസ്റ്റം മൈനസ് ടി ഡെൽറ്റ എച്ച് സിസ്റ്റം ബൈ ടി എന്ന് എഴുതി. നെക്സ്റ്റ് ഓൺ മൾട്ടിപ്ലൈയിങ് ബൈ minus t we get minus t delta s total is equal to minus t delta s system plus ഡെൽറ്റ എച്ച് സിസ്റ്റം. അവിടെ ഡെൽറ്റ എച്ച് സിസ്റ്റത്തിൻ്റെ താഴെ ടി ഉണ്ടായിരുന്നത് അത് ക്യാൻസൽ ചെയ്ത് പോയി. ഓർ മൈനസ് ടി ഡെൽറ്റ എസ് ടോട്ടൽ ഈസ് ഈക്വൽ ടു ഡെൽറ്റ ജി സിസ്റ്റം. അവിടെ നമ്മൾ എന്ത് ചെയ്തു? ആ മൈനസ് ടീനെ ഇപ്പുറത്തേക്ക് എടുത്തു. സിൻസ് ഡെൽറ്റ എച്ച് സിസ്റ്റം മൈനസ് ടി ഡെൽറ്റ എസ് സിസ്റ്റം ഈസ് ഈക്വൽ ടു ഡെൽറ്റ ജി സിസ്റ്റം. കാരണം എന്താണ്? ഡെൽറ്റ എച്ച് സിസ്റ്റം മൈനസ് ടി ഡെൽറ്റ എസ്, ഇവിടെ മുകളിൽ കാണുന്നു ഡെൽറ്റ എച്ച് സിസ്റ്റം മൈനസ് ടി ഡെൽറ്റ എസ്, അത് തന്നെയാണല്ലോ മൈനസ് ടി ഡെൽറ്റ എസ് സിസ്റ്റം പ്ലസ് ഡെൽറ്റ എച്ച് സിസ്റ്റം എന്ന് പറയുന്നത്. അത് ഈസ് ഈക്വൽ ടു ഡെൽറ്റ ജി സിസ്റ്റം. അപ്പോൾ നമ്മൾ ഇതിന് പകരം ഡെൽറ്റ ജി സിസ്റ്റം എഴുതി. സോ ഫോർ എ സ്പോണ്ടേനിയസ് പ്രോസസ് ഡെൽറ്റ എസ് ടോട്ടൽ ഈസ് പോസിറ്റീവ്, സോ ഡെൽറ്റ ജി സിസ്റ്റം ഈസ് നെഗറ്റീവ്. അപ്പോൾ സ്പോണ്ടേനിയസ് പ്രോസസ്സാണ്, ഒരു സ്പോണ്ടേനിയസ് പ്രോസസ് ആണെങ്കിൽ ഡെൽറ്റ എസ് ടോട്ടൽ പോസിറ്റീവ് ആണെങ്കിൽ ഡെൽറ്റ ജി സിസ്റ്റം ഈസ് നെഗറ്റീവ് or delta G system is less than 0. For a non-spontaneous process, delta S total is negative. Delta S total എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്, അത് നമ്മൾ നേരത്തെ കണ്ടതാണ്. സോ ഡെൽറ്റ ജി സിസ്റ്റം ഈസ് പോസിറ്റീവ് or delta G system is greater than 0. For a process at equilibrium, delta S total is equal to 0. So delta G is also equal to 0. ഇതാണ് നമ്മളുടെ സ്പോണ്ടേനിയസ് പ്രോസസ്സും നമ്മളെ ഡെൽറ്റ ജിയും തമ്മിലുള്ള റിലേഷൻ. അപ്പോൾ സ്പോണ്ടേനിയസ് പ്രോസസ്സ് ആവണം എന്നുണ്ടെങ്കിൽ ഡെൽറ്റ ജി ഷുഡ് ബി ഓൾവേസ് നെഗറ്റീവ്. നോൺ സ്പോണ്ടേനിയസ് പ്രോസസ്സ് ആണെങ്കിൽ ഡെൽറ്റ ജി ഈസ് പോസിറ്റീവ്. ഒരു പ്രോസസ്സ് അറ്റ് ഇക്വിലിബ്രിയം ആണെങ്കിൽ ഡെൽറ്റ ജി ഈസ് ഈക്വൽ ടു 0. അത്രയും മനസ്സിലാക്കി വെച്ചാൽ മതി. അപ്പോൾ സ്പോണ്ടേനിയസ് പ്രോസസ്സ് ആണെങ്കിൽ ഗിബ്സ് എനർജി എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. കണ്ടീഷൻസ് ഫോർ ഡെൽറ്റ ജി ടു ബി നെഗറ്റീവ്. ഇനി സ്പോണ്ടേനിയസ് പ്രോസസ് ആണെങ്കിൽ ഡെൽറ്റ ജി നെഗറ്റീവ് ആണെന്ന് പറഞ്ഞു. ഇനി ഏതൊക്കെ കണ്ടീഷൻസിലാണ് ഡെൽറ്റ ജി നെഗറ്റീവ് ആവുക നോക്കാം. വി നോ ദാറ്റ് ഫോർ എ സ്പോണ്ടേനിയസ് പ്രോസസ് ഡെൽറ്റ ജി സിസ്റ്റം ഈസ് നെഗറ്റീവ്. ഓൾസോ ഡെൽറ്റ ജി ഈസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ്. അപ്പോൾ 3 കണ്ടീഷൻസ് ആണ് നമ്മളിവിടെ പറയുന്നത്. ഇഫ് ഡെൽറ്റ എച്ച് ഈസ് നെഗറ്റീവ്, എൻതാൽപ്പി ചേഞ്ച് നെഗറ്റീവ് ആണ്. ഡെൽറ്റ എസ് ഈസ് പോസിറ്റീവ്, എൻട്രോപ്പി ചേഞ്ച് പോസിറ്റീവ് ആണ്. ദെൻ ഡെൽറ്റ ജി ഈസ് ഓൾവേസ് നെഗറ്റീവ് ആൻഡ് ദ പ്രോസസ് ഈസ് സ്പോണ്ടേനിയസ്. അപ്പോൾ ഡെൽറ്റ ജി നെഗറ്റീവ് ആവണം എന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ കണ്ടീഷൻ ഡെൽറ്റ എച്ച് നെഗറ്റീവ് ആവണം, ഡെൽറ്റ എസ് പോസിറ്റീവ് ആവണം. രണ്ടാമത്തത് ഇഫ് ബോത്ത് ഡെൽറ്റ എച്ച് ആൻഡ് ഡെൽറ്റ എസ് ആർ പോസിറ്റീവ്, എൻതാൽപ്പി ചേഞ്ചും എൻട്രോപ്പി ചേഞ്ചും പോസിറ്റീവ് ആണെങ്കിൽ ഡെൽറ്റ ജി വിൽ ബി നെഗറ്റീവ് വെൻ ടി ഡെൽറ്റ എസ് ഈസ് ഗ്രേറ്റർ ദാൻ ഡെൽറ്റ എച്ച്. അത് നമുക്ക് ആ ഇക്വേഷൻ കണ്ടാൽ തന്നെ മനസ്സിലാവുമല്ലോ. ടി ഡെൽറ്റ എസിൻ്റെ വാല്യൂ ഡെൽറ്റ എച്ചിനേക്കാളും കൂടുതലായിരിക്കണം, എന്നാൽ മാത്രമേ ഡെൽറ്റ ജി നെഗറ്റീവ് ആവുള്ളൂ. എപ്പോൾ ഡെൽറ്റ എച്ചും ഡെൽറ്റ എസും പോസിറ്റീവ് ആണെങ്കിൽ. അതാണ് രണ്ടാമത്തെ കണ്ടീഷൻ. ദാറ്റ് ഈസ് ഇഫ് ഡെൽറ്റ എച്ച് ആൻഡ് ഡെൽറ്റ എസ് ആർ പോസിറ്റീവ് then delta G will be negative when T delta S is greater than delta H. മൂന്നാമത്തെ കണ്ടീഷൻ if both enthalpy change and entropy change are negative then delta G will be negative when T delta S is less than delta H. അങ്ങനെയാണെങ്കിൽ ആ ഇക്വേഷനിൽ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും ടി ഡെൽറ്റ എസ് ഡെൽറ്റ എച്ചിനേക്കാളും കുറവാണെങ്കിൽ മാത്രമാണ് ഡെൽറ്റ എച്ചും ഡെൽറ്റ എസും നെഗറ്റീവ് ആണെങ്കിൽ ഡെൽറ്റ ജി നെഗറ്റീവ് ആവുള്ളൂ. ദിസ് ഈസ് പോസിബിൾ അറ്റ് ലോ ടെമ്പറേച്ചർ. അങ്ങനെ പോസിബിൾ ആവണം എന്നുണ്ടെങ്കിൽ ടെമ്പറേച്ചർ ലോ ആയിരിക്കണം. രണ്ടാമത്തെ കണ്ടീഷൻ പോസിബിൾ ആവണം എന്നുണ്ടെങ്കിൽ ടെമ്പറേച്ചർ ഹൈ ആയിരിക്കണം. ഇനി ഇഫ് ഡെൽറ്റ എച്ച് ഈസ് പോസിറ്റീവ് ഡെൽറ്റ എസ് ഈസ് നെഗറ്റീവ് ദെൻ ഡെൽറ്റ ജി വിൽ ബി ഓൾവേസ് പോസിറ്റീവ്. അങ്ങനെ ഒരു കണ്ടീഷനിൽ ഡെൽറ്റ ജി എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ ആ പ്രോസസ്സ് നോൺ സ്പോണ്ടേനിയസ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഡെൽറ്റ ജി നെഗറ്റീവ് ആണെങ്കിൽ മാത്രമാണ് പ്രോസസ്സ് സ്പോണ്ടേനിയസ് ആവുക. ഇനി ഡെൽറ്റ ജി നെഗറ്റീവ് ആവണം എന്നുണ്ടെങ്കിൽ 3 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. ഒന്നാമത്തത് ഡെൽറ്റ എച്ച് നെഗറ്റീവ് ഡെൽറ്റ എസ് പോസിറ്റീവ് ആണെങ്കിൽ ഡെൽറ്റ ജി തീർച്ചയായിട്ടും നെഗറ്റീവ് ആയിരിക്കും. രണ്ടാമത്തത് ഡെൽറ്റ എച്ചും ഡെൽറ്റ എസും പോസിറ്റീവ് ആണെങ്കിൽ
ടി ഡെൽറ്റ എസ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഡെൽറ്റ എച്ച്, എന്നാൽ മാത്രമേ ഡെൽറ്റ ജി നെഗറ്റീവ് ആവുള്ളൂ. മൂന്നാമത്തെ കണ്ടീഷൻ ഡെൽറ്റ എച്ചും ഡെൽറ്റ എസും നെഗറ്റീവ് ആണെങ്കിൽ ടി ഡെൽറ്റ എസ് ഷുഡ് ബി ലെസ് ദാൻ ഡെൽറ്റ എച്ച്, അപ്പോൾ മാത്രമാണ് ഡെൽറ്റ ജി നെഗറ്റീവ് ആവുള്ളൂ. രണ്ടാമത്തെ കണ്ടീഷൻ പോസിബിൾ ആവുക ഹൈ ടെമ്പറേച്ചർ കണ്ടീഷനിലാണ്. മൂന്നാമത്തെ കണ്ടീഷൻ പോസിബിൾ ആവുക ലോ ടെമ്പറേച്ചർ കണ്ടീഷനിലാണ്. ഇനി ഡെൽറ്റ എച്ച് പോസിറ്റീവും ഡെൽറ്റ എസ് നെഗറ്റീവും ആണെങ്കിൽ ഒരിക്കലും ആ പ്രോസസ്സ് സ്പോണ്ടേനിയസ് അല്ല. ആ പ്രോസസ്സ് നോൺ സ്പോണ്ടേനിയസ് ആണ്, കാരണം ഡെൽറ്റ ജി ഈസ് പോസിറ്റീവ്. നെക്സ്റ്റ്, Gibbs energy change delta G and equilibrium constant K. The standard Gibbs energy change of a reaction delta R G naught is related to equilibrium constant K by the equation. നമ്മൾ ഡെൽറ്റ ആർ ജി നോട്ടും ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റും തമ്മിലുള്ള റിലേഷൻ ആണ് പറയുന്നത്. ഡെൽറ്റ ആർ ജി നോട്ട് ഇസ് ഈക്വൽ ടു മൈനസ് ആർ ടി എൽ എൻ കെ. എൽ എൻ കെ എന്ന് പറയുന്നത് നാച്ചുറൽ ലോഗരിതാണ്. ആർ എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റും ടി എന്ന് പറയുന്നത് ടെമ്പറേച്ചറുമാണ്. അപ്പോൾ നമ്മൾ നാച്ചുറൽ ലോഗരിതത്തിൽ ഇങ്ങനെ എഴുതാം ഇക്വേഷൻ. ഇനി സാധാ ലോഗരിതം എടുക്കുകയാണെങ്കിൽ 2.303 എന്ന് പറയുന്ന ഒരു ടേം അവിടെ എക്സ്ട്രാ വരും. So we can write delta R G naught is equal to minus 2.303 RT log K. ആ ഒരു വ്യത്യാസമേ ഉള്ളൂ. ഇത് നാച്ചുറൽ ലോഗും സാധാ ലോഗരിതത്തിലും എടുക്കുമ്പോൾ ആ ചെറിയ വ്യത്യാസമേ ഉള്ളൂ. നാച്ചുറൽ ലോഗ് ആണെങ്കിൽ 2.303 വരില്ല. സാധാ ലോഗരിതത്തിൽ എടുക്കുകയാണെങ്കിൽ 2.303 എക്സ്ട്രാ വരും ആ ഇക്വേഷനിൽ. Where R is universal gas constant and T is absolute temperature. So, for a spontaneous process, the value of K should be positive. ഒരു പ്രോസസ്സ് സ്പോണ്ടേനിയസ് ആവണം എന്നുണ്ടെങ്കിൽ വാല്യൂ ഓഫ് കെ എന്തോ ആവണം, പോസിറ്റീവ് ആവണം. കാരണം അത് നെഗറ്റീവ് ആണെങ്കിൽ ഡെൽറ്റ ജി വിൽ ബി പോസിറ്റീവ്. അപ്പോൾ അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. ഡെൽറ്റ ജി നെഗറ്റീവ് ആണെങ്കിലല്ലേ പ്രോസസ്സ് സ്പോണ്ടേനിയസ് ആവുള്ളൂ. അപ്പോൾ കെൻ്റെ വാല്യൂ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കണം. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഈ എല്ലാ പോയിൻറ്റ്സും ശ്രദ്ധിച്ച് വായിച്ച് നോട്ട്സ് പ്രിപ്പയർ ചെയ്യാം.